എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. മതി. ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് എന്ന് അനുമാനിക്കാം ഈ ലേഖനം എഴുതിയത്. വേദപണ്ഡിതന്മാർ പല നിലയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ എബ്രായ ലേഖനം എഴുതിയത് പല ആളുകളുടെ പേരുകളും പറയുന്നുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഈ എബ്രായ ലേഖനം പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ഭാഷാ ശൈലികളും അതിൻ്റെ ശുദ്ധിയും അതിൻ്റെ ആശയങ്ങളും ഒക്കെ നോക്കുമ്പോൾ മറ്റു ലേഖനങ്ങൾക്ക് കോഡീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്ന നിലയിൽ നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് ഏറെക്കുറെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് പൗലോസാണ് ഈ ലേഖനം എഴുതിയത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് പൗലോസ് അല്ല ഈ ലേഖനം എഴുതിയെന്നും, എന്നാൽ ഒരു കൂട്ടർ ഇത് ആരെഴുതിയെന്ന് തെളിവില്ല എന്നും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കതൊന്നും വിഷയമല്ല. എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂത് ഞാൻ ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങളെ കേൾപ്പിച്ച് കർത്താവ് എനിക്ക് തരുന്ന ആലോചന നിങ്ങൾക്ക് കൈമാറി ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് നിങ്ങളെ അയക്കാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം പ്രത്യേകിച്ച് വായിച്ച വാക്യം നമ്മളാരും കേൾക്കാത്ത ഒരു വാക്യമല്ല. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, ഒത്തിരി തവണ വായിച്ചിട്ടുള്ള, ഒത്തിരി തവണ അനുഗ്രഹം അനുഭവിച്ചിട്ടുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഞാൻ വായിച്ചത്. പ്രത്യേകിച്ച് വിശ്വാസം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ബൈഹാർട്ടായ ഒരു പദമാണ്. വിശ്വാസത്തോടു കൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ പേര് തന്നെ വിശ്വാസികൾ എന്നാണ്. അതിനകത്ത് എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും നമ്മുടെ പേരെന്താണ്? വിശ്വാസികൾ എന്നാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു നാമകരണത്തോടു കൂടെ ഈ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതിനകത്ത് ഒത്തിരി ദൈവിക വെളിപ്പാടുകൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെ ആ ശൈലിയോടും തൻ്റെ അനുഭവത്തോടും കൂടെ ചേർത്ത് കോർത്ത് ക്രോഡീകരിക്കപ്പെട്ട ഒരു വാക്യമാണ്. അതിൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കട്ടെ, ആ എഴുത്തുകാരൻ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. യേശുവിനെ നോക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പദം. നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ നായകൻ. അപ്പോൾ യേശുവാണ് വിശ്വാസത്തിൻ്റെ നായകൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്തത് പറയുകയാണ്, അത് പൂർത്തീകരിക്കുന്നതും ആരാണ്? യേശുവാണ്. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ നായകൻ ആരാണ്? യേശുവാണ്. അത് പൂർത്തീകരിക്കുന്നതിനും ആരാണ്? യേശുവാണ്. വിശ്വാസത്തിൻ്റെ തുടക്കവും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണവും യേശുവിൻ്റെ പക്കൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മൾ ചില വിഷയങ്ങളുടെ മുഖത്ത് പ്രാർത്ഥനയിലാണ്, ചിലർ ഉപവാസത്തിലാണ്, ചിലർ കണ്ണുനീരിലാണ്, ചിലർ ഉപവാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയിൽ വിശ്വസിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരത്ഭുതം ചെയ്യും എന്ന് ഹൃദയത്തിനകത്ത് വിശ്വസിച്ച നിങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ആമേൻ. വിശ്വസിക്കുക എന്ന് പറയുന്നത് ആരെ വിശ്വസിക്കണം? യേശുവിനെ വിശ്വസിക്കണം. കാരണം യേശുവിൻ്റെ ക്വാളിറ്റി ഇവിടെ പറയുകയാണ്. യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശു അത് പൂർത്തീകരിക്കുന്നവനാണ്. ആമേൻ. ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന ടോപ്പിക്, നമ്മൾ വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞേ, നമ്മൾ വിശ്വസിക്കുക, യേശു പൂർത്തീകരിക്കും. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്ന മണിക്കൂറുകളിൽ നമ്മളോട് ആഴമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ദൂതാണ്. എഴുതിയിടുന്നെങ്കിൽ എഴുതിയിടുക, അല്ലെ ഹൃദയത്തിന്റെ പലകയിൽ അത് എഴുതിയിടുക. ഇന്ന് പകൽ നമ്മുടെ ഈ മെസ്സേജിന്, അല്ലെങ്കിൽ ഈ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു തീം കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതിനൊരു തലക്കെട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എഴുതിക്കോ: നമ്മൾ വിശ്വസിക്കുക, യേശു പൂർത്തീകരിക്കും. ആമേൻ.
നമ്മൾ വിശ്വസിച്ചാൽ യേശു ആ വിഷയത്തിൽ അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതോ ഇന്ന് പകൽ വെറുതെ ഇരിക്കുകയാണോ? ഇന്ന് പകൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് പകൽ നമുക്ക് ആ കാര്യത്തിൽ ഇത്രേ ചെയ്യാൻ പറ്റൂ, വിശ്വസിക്കുക. നമ്മളത് ഫെയ്ത്തിനകത്ത് അത് കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് നമുക്കൊരു കഴിവുമില്ല. പക്ഷെ വിശ്വാസത്തോടെ അപ്പായുടെ കരങ്ങളിൽ അത് വെച്ചു കൊടുത്താൽ അപ്പ അത് നിരാശപ്പെടുത്തി നമ്മളെ ഇന്ന് വിടത്തില്ല. ഇന്ന് പകൽ ആത്മാവിന് ദൈവസഭയ്ക്കകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇരിക്കുന്ന ജനത്തോട് ഞാൻ ദൂത് കൈമാറുകയാ. വിശ്വാസത്തോടെ അപ്പായുടെ കയ്യിൽ നിന്റെ നീറുന്ന ആ വിഷയം ഒന്ന് കൊടുക്ക്, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം ഒന്ന് കൊടുക്ക്. നാളുകളായി നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ അപ്പായുടെ കയ്യിലൊന്ന് കൊടുക്ക്. ഇന്ന് പകൽക്കാലം ആർക്കും ആ വിഷയത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ലെങ്കിലും, ആർക്കും ആ വിഷയത്തിൽ ഒരു നീതി നടപ്പാക്കാൻ കഴിയത്തില്ലെങ്കിലും, ഒത്തിരി മനുഷ്യന്റെ മുമ്പിൽ നീ ആശ്രയിച്ചിട്ടും ഒത്തിരി സാഹചര്യങ്ങൾക്കകത്തൂടെ നീ കയറി ഇറങ്ങിയിട്ടും ഒരു നീക്കുപോക്ക് കാണാതെ ഈ വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ ഈ വെള്ളിയാഴ്ച പകൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊട്ടുണർത്തിക്കൊണ്ട് ആത്മാവി വിളിച്ചു പറയുന്നു, പൂർത്തിയാക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് പൂർത്തിയാകാൻ പോകുകയാ. നീ കാത്തിരുന്ന വിഷയത്തിൽ ഒരു പൂർത്തീകരണം ദൈവം ചെയ്യാൻ പോകുകയാണ്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം നിന്റെ വിഷയത്തിൽ ഒരു കംപ്ലീറ്റ് വിക്ടറി, പൂർണ്ണ വിടുതൽ തരാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവസഭ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് പകൽ ആത്മാവിൽ ദൂരേറ്റെടുക്ക്. ഇന്ന് പകൽ വിശ്വാസത്തോടെ നിന്റെ കൊച്ചുങ്ങളെ കർത്താവിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്ക്. വിശ്വാസത്തോടെ നിന്റെ ജോലിയുടെ വിഷയം കർത്താവിന്റെ കയ്യിൽ ഇട്ടുകൊടുക്ക്. വിശ്വാസത്തോടെ വിവാഹത്തിന്റെ കാര്യം കർത്താവിന്റെ കയ്യിൽ ഇട്ടുകൊടുക്ക്. വിശ്വാസത്തോടെ നീ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷയം കർത്താവിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്ക്. നിന്റെ അടുക്കലിരിക്കുന്ന വിശ്വാസിയോട് പറയാത്ത, നിങ്ങളുടെ പാസ്റ്ററായ എന്നോട് പറയാതെ നിങ്ങൾ ദൈവത്തോട് മാത്രം പറയുന്ന വിഷയം ഇന്ന് പകൽ ഒന്നുകൂടെ എടുത്തിട്ട് തമ്പുരാന്റെ കൈ കൊടുക്ക്. അത് പൂർത്തിയാക്കാൻ യേശു അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ആമേ പൂർത്തിയാക്കുന്ന ശക്തി കൊണ്ട് ചില വിഷയത്തിന് നീക്കുപോക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക് സ്വർഗം നിങ്ങളുടെ കൈക്ക് പിടിക്കുന്നു. വിശ്വസിക്കേണ്ട കൊച്ച് അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കേണ്ട കുഞ്ഞിന് ജോലി കിട്ടും. വിശ്വസിക്കേണ്ട ഭാര്യയ്ക്ക് ജോലി കിട്ടും. വിശ്വസിക്കുന്ന ഈ ഫ്ലൈറ്റിൽ കയറുന്നത്, വിശ്വസിക്കുന്നതിന് തലമുറ ഉണ്ടാകുന്നത്, വിശ്വസിക്കുന്നതിന് ഒരു കൊച്ചുമകൻ ഉണ്ടാകുന്നത്, വിശ്വസിക്കുന്നതിന്റെ കാലിന്റെ രോഗങ്ങൾ മാറുന്നത് വിശ്വസിക്ക്. ഇന്ന് മകൻ കർത്താവ് അത് പൂർണ്ണമാക്കാൻ വകയാ. യേശു അപ്പ അത് പൂർണ്ണമാക്കി തരുമെന്ന്, പൂർണ്ണമാക്കി തരുമെന്ന് വിശ്വാസത്തോടെ നീ അപ്പച്ചന്റെ അടുക്കൽ വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പൂർത്തി വരുത്തുന്ന യേശുവിനെ നീ നോക്കുക. മറ്റാരെ നീ നോക്കരുത്, യേശുവിനെ മാത്രമേ നീ നോക്കാവൂ. ഈ മാസ പ്രാർത്ഥനയിൽ ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട ജനത്തോട് പരിശുദ്ധ ആത്മാവിനെ പറയുകയാ, നിങ്ങൾ യേശുവിന്റെ മുഖത്ത് നോക്കുക. പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോഴാണ് നമ്മൾ ലജ്ജിച്ചു പോകുന്നത്. ആരാമേ പറയാമോ? മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? ലജ്ജിച്ചു പോകുന്നേ. ചില ആളുകൾ പറയാനുണ്ട്, എൻ്റെ കൊച്ചപ്പൻ അങ്ങ് അമേരിക്കയിലുണ്ട്, കുവൈറ്റിൽ എൻ്റെ പെങ്ങളുണ്ട്, അതുകൊണ്ട് കൊച്ചുങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പം എൻ്റെ പൊന്ന് പാസ്റ്ററെ അവർ തിരിഞ്ഞുപോലും എന്ത് ചെയ്യുന്നില്ല, വിളിച്ചാൽ പോലും ഫോണ് എടുക്കത്തില്ല. നാട്ടിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നറിയാം. നമ്മളെ ഉടലോടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഞാനുണ്ടല്ലോടാ, നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ആ കാര്യങ്ങളെ കൊച്ച് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ കൊടുക്കുന്ന ഒത്തിരി വീട്ടുകാരുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനെ നിങ്ങളെന്തെല്ലാം കേട്ട് കാണും അല്ലേ? ഞാൻ എന്തെല്ലാം കേട്ടിട്ടുണ്ടെന്നറിയാം.
ഈ പറഞ്ഞവരെ ആരും പിന്നെ ഞാൻ ആ വഴി കൂടെ എന്തിയിട്ടില്ല, കണ്ടിട്ടില്ല. ആമേൻ. നിങ്ങൾ എന്തെല്ലാം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൊച്ചുങ്ങളെ കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവർ സഹോദരങ്ങൾ എത്ര പ്രോമിസ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളുടെ അമ്മാച്ചനും ഉപ്പാപ്പനും ഹല്ലേലൂയ കൊച്ചപ്പനും ഒക്കെ എത്ര ആമേൻ പ്രോമിസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രോമിസും നിവൃത്തിയാകാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളത് നോക്കിയിരുന്നു. പക്ഷെ അതൊന്നും കഴിയാതെ വന്നപ്പോഴാണ് ഇപ്പൊ നമ്മളത് പുറത്തുകൊണ്ട് നടക്കുക. എന്നാലും എന്നോട് വേണ്ടായിരുന്നു, എന്നോട് അങ്ങനെ പറഞ്ഞതാണല്ലോ, എന്നോട് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞു നടക്കുക. എൻ്റെ കുഞ്ഞെ, നീ തമ്പുരാന്റെ മുഖത്ത് അന്നേ നോക്കിയിരുന്നെങ്കിൽ, യേശുവിന്റെ മുഖത്തേക്ക് അന്നേ നോക്കിയിരുന്നെങ്കിൽ, അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞ അവങ്കിലേക്ക് ഒന്ന് പറഞ്ഞേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. അടുത്ത വാക്യം, ഈ എളിയവർ നിലവിളിച്ചു, യഹോവ എന്ത് ചെയ്തു? കേട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. യേശു നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ നിലവിളി കേൾക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിന്റെ ശക്തി നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്, യേശുവിന്റെ മുഖത്തേക്ക് നീ നോക്കുക. യേശുവിനെ നീ ആരാധിക്കുക. നിനക്ക് പറയാനുള്ളതെല്ലാം യേശുവിനോട് പറയുക. ഇന്ന് പകൽക്കാലം യേശുവിനെ നോക്കുക. അവൻ പൂർത്തീകരിക്കുന്നവനാണ്. നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴല്ല യേശുവിന്റെ പക്കൽ ഒരു വിഷയം കൊടുക്കേണ്ടത്. നമ്മൾ ഓടി അധ്വാനിച്ചിട്ട് ലാസ്റ്റ് 8 നില പൊട്ടിക്കഴിയുമ്പോൾ കർത്താവേ ഇന്ന് പിടിച്ചു, ഈ വിഷയത്തിന് പരിഹാരം തരണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പെന്തക്കോസ്തുകാര്. നമ്മളെ കഴിയുന്നെല്ലാം നമ്മൾ മാക്സിമം നോക്കും. അവസാനമാ പറയുന്ന, യേശുവേ ഞാൻ അപ്രാപ്തനാണ്, എനിക്ക് കഴിവില്ല, നീ ഇതങ്ങ് ഏറ്റോണേ എന്നൊക്കെ പറയുന്നത് നമ്മൾ തോറ്റുപോകുമ്പോഴാണ്. അങ്ങനല്ല, നമ്മൾ ആദ്യമേ യേശുവിന്റെ കയ്യിൽ അങ്ങ് കൊടുക്കണം. ഹല്ലേലൂയ. മക്കളെ പഠിപ്പിക്കാൻ വിടുന്നതിന് മുമ്പ് യേശുവിന്റെ കയ്യിൽ മക്കളെ കൊടുക്കണം. ഒരു വീട് പണിയുന്നതിന് മുമ്പ് യേശുവിന്റെ കയ്യിൽ അത് കൊടുക്കണം. അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് യേശുവിന്റെ കയ്യിൽ അത് കൊടുക്കണം. ഒരു കമ്പനിക്ക് CV അയക്കുന്നതിന് മുമ്പ് യേശുവിന്റെ കയ്യിൽ അത് അയക്കണം. ആമേൻ. യേശുവിന്റെ കയ്യിൽ അത് അയക്കണം. യേശുവിന്റെ കയ്യിൽ അയച്ചാലുള്ള ഗുണം എന്താ ചോദിച്ചാൽ, യേശു അതിങ്ങോട്ട് വാങ്ങിച്ചിട്ട് തന്റെ ദൂതന്മാരുടെ കൈ കൊടുക്കുന്നു. എന്നിട്ട് ദൂതൻ എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ നമുക്ക് മുമ്പേ പോയി നമ്മുടെ ദുർഘടങ്ങളെ നിരപ്പാക്കിയിട്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന അങ്ങനെ ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിൽ ഉള്ളത് കൊണ്ട് പൂർത്തിയാക്കുന്ന യേശുവിലേക്ക് നോക്കാൻ എത്ര റെഡിയാണ്? ഇന്ന് പകൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നേ? ആ വിഷയത്തിൽ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്, യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്. യേശു നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തോ. ഹല്ലേലൂയ. യേശു നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തോ. യേശു വലിയവനാണ്. യേശുവിലേക്ക് നിങ്ങൾ നോക്കുക. വിശ്വാസത്തോടെ അപ്പച്ചാര അടുക്ക ചെല്ലണം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയുടെ ആ സമയത്ത് ഏതാണ്ട് 3.5 തിരുവർഷം ഈ ഭൂമിയിൽ ഗലീലയിലൊക്കെയും യേശു ശുശ്രൂഷ ചെയ്ത്, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? യേശു ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീട്ടിലിരുന്നു കൊണ്ട് യേശു ശുശ്രൂഷ ചെയ്യുകയാണ്. ആ സമയം ഒരു പക്ഷപാതക്കാരനെ 4 പേരും കൂടെ ചുമന്നുകൊണ്ട് യേശു ഇരിക്കുന്ന സ്ഥലത്ത് ആ വീട്ടിൽ കൊണ്ടുവരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആ വീട്ടിൽ ആ പക്ഷപാതക്കാരനെ കൊണ്ടെത്തിച്ച് അവരുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, യേശുവിനെ എന്ത് ചെയ്യണം? ഒന്ന് തൊടണം. യേശു ഒന്ന് തൊടണം. യേശു തൊട്ടാൽ ഈ ചുമട്ടുകാർക്കറിയാം, തിരിച്ചു വരുമ്പോൾ ഇവനെ ഞങ്ങൾ ചുമക്കേണ്ട കാര്യം ഇല്ല. യേശു തൊട്ടാൽ നമ്മൾ ചുമക്കുന്ന ഇന്നത്തെ വിഷയം ഉണ്ടല്ലോ, അവൻ ഇനി അത് ചുമക്കേണ്ട കാര്യം ഇല്ല. എത്രയൊക്കെ സ്തോത്രമുണ്ട്. ഞാൻ സിമ്പിളായിട്ടാണ് ഇന്ന് രാവിലെ പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? അവൻ യേശു തൊട്ടാൽ ആ 4 പേർക്ക് വിശ്വാസം വന്നു. യേശു ഒന്ന് തൊട്ടാ മതി, യേശു ഒന്ന് തൊട്ടാ മതി, ഇനി ഇവനെ ഞങ്ങൾക്ക് ചുമക്കേണ്ട കാര്യം ഇല്ല. സ്തോത്രം. അന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ പല നിലയിലുണ്ട്. ഒരു വഴിയിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരും കൂടെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പിറവിയിലെ മുടന്തനായ വ്യക്തിയെ അവിടെ കൊണ്ടിരുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ശിഷ്യന്മാർ ചോദ്യമുണ്ട്, റബി ഇവൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇവന്റെ അമ്മപ്പന്മാര് പാപം ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, ഇവൻ മുടന്തനായി ജനിച്ചത്, ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന പിച്ചക്കാരനായത് ഇവന്റെ അമ്മയും അപ്പനും പാപം ചെയ്തിട്ടല്ല, നമ്മളാണ് പറഞ്ഞ അവന്റെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിച്ചാണെന്ന്. യേശു കർത്താവ് എന്താ പറഞ്ഞ്
കയ്യിലിരിപ്പ് കൊണ്ടൊന്നും പറ്റിയതല്ല. ഇവൻ പാപം ചെയ്തിട്ട് സംഭവിച്ചൊന്നും അല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവൻ ഇങ്ങനെ ജനിക്കാനും ഇവൻ ഇങ്ങനെ ഇരിക്കാനും കാരണം എൻ്റെ ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യണം? അയ്യോ, ഒന്ന് സ്വോത്രം പറഞ്ഞേ. ഞാൻ എൻ്റെ വേർപാട് സഭയ്ക്കകത്തിരിക്കുന്നു തോന്നുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് സഭയ്ക്കകത്തല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്യണേ. യേശു കർത്താവ് എന്ത് ചെയ്തു പറയുകയാണ്? അവൻ അപ്പനമ്മമാർ പാപം ചെയ്തിട്ടല്ല, പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കാൻ കാര്യം? എൻ്റെ നാമം മഹത്വം എടുക്കേണ്ടതിനാ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ഈ വ്യതയുണ്ടല്ലോ, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ 4 വർഷമായി കരയുന്ന വിഷയത്തിന് മറുപടി കിട്ടാതെ ഒരു വഴി കിടക്കുന്ന പോലെ നീ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിന്റെ അർത്ഥം യേശുവിന് നിന്റെ വിഷയത്തിൽ ഒരു പരിഹാരം വരുത്താനുണ്ട്. നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ഒരു മഹത്വം എടുക്കാനുണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. നിന്റെ വഴി തടയുന്നെങ്കിൽ, അടയപ്പെടുന്നെങ്കിൽ, ജോലിയുടെ വഴി അടയപ്പെടുന്നെങ്കിൽ, വിവാഹത്തിന്റെ വഴി അടയപ്പെടുന്നെങ്കിൽ, സാമ്പത്തിക ഭദ്രതകൾ പ്രാപിക്കാൻ കഴിയാതെ എവിടെയോ ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ, നീ വല്ലാത്ത അവസ്ഥ കിടക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വിശ്വാസിയോട് ഞാൻ പറയാം, എല്ലാരോടുമല്ല, രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ പറയാം, കൃപയിൽ നിൽക്കുന്നതോട് പറയാം, നീ കൃപയിൽ നിൽക്കുന്നെങ്കിൽ, നീ കൃപയിൽ നിന്നിട്ടും നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ അഴിയപ്പെടാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ സാത്താനല്ല പ്രിയരെ, പോരാട്ടമല്ല പ്രിയരെ, മന്ത്രവാദമല്ല പ്രിയരെ, കൂടാത്രമല്ല പ്രിയരെ. കർത്താവിന് നിന്നെ കൊണ്ട് എന്തോ ദൈവവൃത്തി വെളിപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞാട്ട്, ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ട്, ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞാട്ട്. ചില വഴികൾ അടയുന്നത്, ചില സാഹചര്യങ്ങൾ നിന്റെ വീടിനകത്ത് സംഭവിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്നത്, അത് സാത്താൻ മാന്തിയിട്ടല്ല, അത് ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം നിന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാ, ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ സമയമുണ്ട്. ആ സമയം ഇന്നാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അത് പൂർത്തിയാകുന്ന ദിവസം ഇന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ കുടുംബത്തിൽ കർത്താവ് ചിലതിനെ പൂർത്തിയാക്കുന്ന ഡേറ്റ് ഇന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ വിടുതൽ എപ്പോഴാ സംഭവിക്കുന്നത്? യേശു എപ്പോഴാ നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സമയമാണ്. എപ്പോഴാ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം കിട്ടുന്നത് ആ സമയം നമുക്കറിയത്തില്ല. ഉറങ്ങല്ലേ, ഇങ്ങോട്ട് നോക്കണേ. ആമേൻ. ദൈവസന്നിധിയിൽ എപ്പോഴാ ദൈവത്തിന്റെ നീതി എന്റെ വിഷയത്തിൽ വെളിപ്പെടുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിന്റെ തലമുറയുടെ കെട്ട് ദൈവം അഴിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന പ്രാർത്ഥന എന്ത് ചെയ്യരുത്? മുടക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി അജയോട് പറഞ്ഞു, ആമേൻ, അക്ഷയ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചോണ്ട് വരണം. എന്നിട്ട് അക്ഷയോട് ഞാൻ പറഞ്ഞാ, അക്ഷയ് അജയ് എന്ത് ചെയ്യണം? വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയായല്ലോ. സ്തോത്രം. എപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ആ ദൈവ പദ്ധതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ നിന്റെ കാര്യത്തിൽ പൂർത്തീകരണം വരുത്താൻ ഈ ആലയത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് വിഷയമായിട്ട് നീ വരുമ്പോൾ, നീ കയ്യാലപ്പുറത്തിരുന്നാൽ വിടുതല കിട്ടത്തില്ല. വീട്ടിൽ റിമോട്ടും പിടിച്ച് സീരിയൽ കണ്ടോണ്ടിരുന്നാൽ വിടുതല കിട്ടത്തില്ല. നിനക്ക് വിടുതല കിട്ടേണ്ട ദിവസമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഓ റബറബറബന ഹന്ദരദരജനല റഖമന വൈഡക്ഷാന ദീവൽ ഘടക അർത്ഥനാറവൽ ഘടക പ്രൗഢമനാദരാജക അടകമന മനകൾ ഘടക സൈദനാറവൽശസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവിക പദ്ധതി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഇന്ന് പകൽ ചങ്കത്ത് കൈവച്ച് പറയണോ, ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞല്ല, ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ എൻ്റെ ദൈവം ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ഒരു പൂർത്തീകരണം വരുത്തി വെച്ചിട്ടുണ്ട്.
അത് വിശ്വസിക്കുന്നതിന് മാത്രം നാം പറഞ്ഞാൽ മതി. ഇന്ന് പകൽ നമ്മെ, എന്റെ പ്രിയ പിതാവേ, നീ കരഞ്ഞ വിഷയമുണ്ടല്ലോ, ഒരുപക്ഷെ ആരോടും പറയാതെ, കൂട്ടുവിശ്വാസിയോട് ഷെയർ ചെയ്യാതെ, സഭയിലെ പാസ്റ്ററോട് ഷെയർ ചെയ്യാതെ, നീ നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ഈ പ്രാർത്ഥനയിൽ 2025 നവംബർ മാസം തികയുന്നതിന് മുമ്പ് ഒരു പൂർത്തീകരണം നിന്റെ വീടിനകത്ത് ദൈവം ചെയ്യുമ്പോൾ അത് പന്തല് കെട്ടി ആഘോഷിക്കത്തക്ക നിലയിൽ, നാലാളെ വിളിച്ചു വിരുന്നു കൊടുക്കത്തക്ക നിലയിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീകമായി നിന്റെ വീടിനെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ദൂത് പറയാ, ഒരു പൂർത്തീകരണം ക്രിസ്തുവിൽ യേശു അപ്പ ചെയ്യാൻ വകയാ നിനക്ക് വേണ്ടി. ധരമടിച്ച് സ്വോത്രം ചെയ്യുക, ആത്മാവെ സ്വോത്രം ചെയ്യുക. ഈ ദിവസത്തിനകത്ത് വലിയ ദൂത് കിടപ്പുണ്ട്. ആ ദൂത് വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇതിനകത്ത് വ്യാപരിക്കുകയാ. ആത്മാവിന്റെ ശക്തി ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുകയാ. നിന്റെ കുടുംബത്തിന്റെ സ്റ്റേജ് മാറാൻ പോകുകയാ, നിറം മാറാൻ പോകുകയാ, സാഹചര്യം മാറാൻ പോകുകയാ, നിന്റെ മക്കളുടെ സ്വഭാവം മാറാൻ പോകുകയാ. ഓ, നമ്മുടെ കഴിവല്ല, നമ്മോട് കൂടെയുള്ളത് പൂർത്തീകരിക്കുന്നവനാണ്, പൂർത്തീകരിക്കുന്നവനാണ്. വിശ്വസിക്കുന്നെങ്കിൽ സ്വോത്രം ചെയ്യ്. പൂർത്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഈ വേദപുസ്തകം വായിച്ചിട്ട് എനിക്കൊരു ദൂത് കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഷോ 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 എന്നും പറഞ്ഞ് നടക്കുക. അവൻ ലിജി വെച്ച് എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് ദൂത് കിട്ടുന്നില്ലെന്ന്. എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, അവിടെ നിൽക്കുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ദൂതും കൊണ്ടാ. കർത്താവിനെ സംസാരിക്കുക, കർത്താവ് സംസാരിക്കുക. പൂർത്തിയാക്കുന്നൊരു കർത്താവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ നിന്റെ വിഷയം എന്ത് ചെയ്യണം? കൊടുക്കണം. വിശ്വാസത്തോടെ കൊടുക്കണം. വിശ്വാസത്തോടെ കൊടുക്കുന്നില്ല എങ്കിൽ യേശു അത് പൂർത്തിയാക്കത്തില്ല. അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞ്, വിശ്വാസത്തോട് കൊടുക്കുന്നില്ലെങ്കിൽ യേശു അത് പൂർത്തിയാകത്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ അത് വിശ്വാസത്തോട് കൊടുക്കുക. കൈ തന്നില്ലേ മാന്തിയിട്ട് പറ. ആ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ എന്ത് ചെയ്യുക? ഇല്ലേ അച്ഛാ? വിശ്വാസത്തോടെ കൊടുക്കുക. വിശ്വാസത്തോടെ ഈ 4 പേര് ഈ മനുഷ്യനെ ചുമ്മിക്കൊണ്ട് ഒരു കട്ടിന് ചുമക്കണമെങ്കിൽ ആലോചിക്കുക, എത്ര പേര് വേണം? 4 പേര് വേണം അല്ലേ? 2 പേരെ കൊണ്ട് പറ്റുമോ? 2 പേരെ കൊണ്ട് പറ്റത്തില്ല. 4 പേര്. ഈ 4 പേര് ചുമ്മണമെങ്കിൽ 4 ഗുണം ഒരേ രീതിയിൽ പിടിക്കണം. അതാണ് വിശ്വാസം. ഒരുത്തൻ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഈ രോഗി എങ്ങനെ നടക്കും? ആലോചിച്ച്. 4 പേരിൽ ഒരുത്തൻ്റെ ഹൈറ്റ് 3 പേരെക്കാൾ കൂടുതലാണെങ്കിൽ ഈ കട്ടിൽ എങ്ങനെ പോക്കും? അപ്പം ഫിസിക്കലി അവർ ഒന്നിച്ച് നിൽക്കണം, ശാരീരികമായിട്ട് അവർ ഒന്നിച്ച് എന്ത് ചെയ്യണം? നിൽക്കണം. ഇത് മാത്രമല്ല, ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. ചുമ്മുന്നവർക്ക് ഇതിനൊരു പരിഹാരം എന്ത് ചെയ്യും? ഉണ്ടാകും. നിങ്ങൾ ചുമ്മിക്കൊണ്ടല്ലേ ഇന്ന് പകലിവിടെ വന്നേ? 4 പേരില്ല, ഒറ്റയ്ക്ക് ചുമ്മി. ഭാര്യയും ഭർത്താവും കൂടെ ചുമ്മിക്കൊണ്ട് വന്ന വിഷയം ഇവിടെ കിടപ്പുണ്ട്. കർത്താവ് നോക്കുമ്പോൾ ഈ വിഷയമല്ല ഇവിടെ കിടക്കുക. യേശു പറഞ്ഞ്, ലോകത്ത് നിന്ന് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ എന്ത് ചെയ്യുന്നു? ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അധിക ഭാരമുള്ള വിഷയം ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് യേശു പറഞ്ഞ്. അത് അടുത്തുള്ള വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞില്ല. കണ്ടാ മൂലയ്ക്കൊരു ഒരു അമ്മച്ചിരിപ്പുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാൻ യേശു പറഞ്ഞോ? യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനത് പുലർത്തി തരാം. ഇത് പറഞ്ഞ യേശു കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് ഇവര് യേശുവിൻ്റെ അടുക്കൽ 4 പേരും കൂടെ ഒരുമിച്ച് ഈ മനുഷ്യനെ ചുമ്മിക്കൊണ്ട് ആ വീടിനകത്ത് ചെന്നപ്പോൾ ചെന്ന് കയറാൻ സ്ഥലമില്ലാത്ത നിലയിൽ വീടിന് ചുറ്റും പുരുഷാരത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പക്ഷെ ഈ വിശ്വാസത്തിൻ്റെ ആഴം കണ്ടോ? നമ്മളാണ് എന്തോ പറയും, ഞാനും ബോസങ്ങളും ബാബുച്ചാനും സണ്ണിപ്പാസും കൂടാണ് ഒരാളെ ചുമ്മിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം പറയും, സണ്ണിപ്പാസെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, വരാം, അടുത്ത പ്രാവശ്യം. അപ്പോൾ ബോസങ്ങൾ പറയും, അത് പാസ്റ്റ് പറഞ്ഞ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, വരാം. അപ്പോൾ നമ്മുടെ ബാബുച്ചാനും പറയും, അത് ശരിയാ, ഞാനത് നേരത്തെ പറയാൻ വേണ്ടി ഇരുന്നാണ്, അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയ്ക്ക് എങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഈ പുള്ളിയെ കൊണ്ട് തിരിച്ചെന്ത് ചെയ്യേ, ചുമ്മിയാനേ. പക്ഷെ അവരുടെ വിശ്വാസം കണ്ടോ? അവർ പറഞ്ഞു, ഇവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറത്തില്ല.
ഒരു സ്വത്രം പറ. അതുകൊണ്ടാണ് ആ വീടിന്റെ മേൽക്കൂര എന്ത് ചെയ്തു? പൊളിച്ചു. വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ട് ആ വ്യക്തിയെ കെട്ടി, കയറോട് കെട്ടി എന്ത് ചെയ്തു? യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടിറക്കി. അവിടെ വായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ വന്നേ 9-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. മത്തായി 9:2. അവരുടെ ചിലർ കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു നോക്കിക്കേ, യേശു അവന്റെ വിശ്വാസം കണ്ടിട്ടെന്നാണോ നമ്മൾ എഴുതിയേക്കുന്നത്? അല്ല, പിന്നെ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ 4 പേരുടെ, എന്നെ കേൾക്കണേ, ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരന് മകനെ ധൈര്യമായിരിക്കുക, ഓക്കെ, നിന്റെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? മോചിച്ചെന്നിരിക്കുന്നു. അവിടെ യേശു ചെയ്ത അത്ഭുതത്തിന്റെ പ്രവൃത്തി നോക്കണം. ഈ 4 പേര് അവരുടെ അടുക്കൽ ഇവരെ കൊണ്ടുവന്നപ്പോൾ ഈ 4 പേരുടെ ഉള്ളിലെ വിശ്വാസത്തെ യേശു കണ്ടേ. സ്വതന്ത്രം. നമ്മളിവിടെ പറയത്തില്ലേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് എന്തിനാ? പാസ്റ്റർ പറയുമ്പോൾ കയ്യെ ചൊറിയാനാണോ? ആണോ? കയ്യെ ചൊറിയാനാണോ? കേട്ടോടി പറഞ്ഞേ, ഇതിനാണോ? അല്ല, പാസ്റ്റർ പറഞ്ഞ ഐക്യതയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഇപ്പൊ ബാബുച്ചാൻ ഒരു വിഷയം കൊണ്ട് ഇവിടെ വന്നു, ഞാനത് എടുത്തിട്ട് ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുക നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ബാബുച്ചാനെ അല്ല അവിടെ കർത്താവ് നോക്കുന്നേ. ആദ്യം ബാബുച്ചാൻ ആവശ്യക്കാരനാ, പക്ഷെ ബാബുച്ചാനെ അല്ല അവിടെ നോക്കുന്നേ. പക്ഷപാതക്കാരനെ അല്ല യേശു അവിടെ നോക്കിയേ, അവരെ ചുമന്നുകൊണ്ട് വന്നവരെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് ഇതിനകത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചുമന്ന ചില വിഷയം ഇന്ന് പകലുണ്ട്. ആമേൻ. എത്ര വിഷയം നമ്മൾ ചുമന്ന് ഇന്ന് പകല് തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനാണെങ്കിൽ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവിടെ പൂർത്തീകരണം വരുത്തി അവനെ കിടക്കയിൽ നിന്ന് പൊക്കിയെങ്കിൽ ഇത്രയും പേരിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഡിക്ലെയറിന്റെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം സ്വർഗം ഇന്ന് പകൽക്കാലം പൊക്കിയെടുക്കുന്ന പകലാണ്. ഇന്ന് പകൽ തളർന്നു കിടക്കുന്ന വിഷയത്തിന്റെ മേൽ തളർവാദക്കാരനായ രോഗി എഴുന്നേറ്റതുപോലെ വർഷം 4-5 ജനിച്ച കാലം മുതൽ കെട്ടിക്കേറിയ സമയം മുതൽ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ഈ പ്രാർത്ഥനയിൽ ജീവൻ വയ്ക്കുന്ന മകനാണെന്ന്. ഓ ശഗരഗമന റബരബര ഓ റബന സന്ദര റബാനകൾ ഘടക. വിശ്വസിക്കുന്നെങ്കിൽ സ്വന്തം ചെയ്യ്. ഓ വിശ്വസിക്കുന്നെങ്കിൽ സ്വന്തം ചെയ്യ്. മൗനമായിരിക്കരുത്. കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിശ്വാസത്തിന്റെ മേൽ നിന്റെ കൊച്ചിന്റെ കെട്ടഴിയാൻ പോകുകയാണ്. വിടുതല വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വാസം പൂർത്തിയാകാൻ പോകുകയാണ്. ഇനി നീ കിടക്കയുമായി നടക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ നിന്നെ കിടത്തിയ, നിന്നെ തളർത്തിയ വിഷയത്തെ നീ എടുത്തുകൊണ്ട് ആ കിടക്കയെ നീ കിടക്കാനല്ല, അതിനെ നീ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സമയമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ. ഉടലവരവരവരവര ഹംഗരാരവരവ ഉടകരധുരി അധനാരവൽ ഘടക സങ്കര വൈഡരാജകൾ ഘടക സൈതന. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, വർഷങ്ങളായി നിന്നെ കിടക്കയിലാക്കിയ, നിന്നെ തളർത്തിയിട്ട് റിസൾട്ട് വെളിപ്പെടാതെ നിന്നെ മാനസികമായി ക്ഷീണിപ്പിച്ച് ശാരീരികമായി തളർത്തിയ ആ വിഷയം യേശു പൂർത്തിയാക്കാൻ പോകുകയാ. ഈ ആരാധന കഴിയുമ്പോൾ ഇവിടുന്ന് നീ വെറുതെ ഇറങ്ങി പോകത്തില്ല, ഒരു വിടുതലോടെ ഇറങ്ങി പോകാൻ പോകുകയാ. ആ പക്ഷപാതക്കാര് കൊണ്ടുവന്ന രോഗി സൗഖ്യമായി ആ വീട്ടിനകത്തു ഇറങ്ങിപ്പോയതുപോലെ ഈ ആലയത്തിനകത്തു നിന്ന് മകൻ ഇറങ്ങി പോകുന്നത് ഒരു വിടുതലോടാണെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുക. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി, ചില സഹോദരന്മാരെ നോക്കി, ചില സഹോദരിമാരെ നോക്കി ആത്മാവിനെ പ്രവചിക്കുന്നു. നീ തിരികെ പോകുന്നത്
ചുമ്മിക്കൊണ്ടുവന്ന വിഷയവുമായിട്ടല്ല ഇന്ന് മകൾ അതിന്റെ മേൽ യേശു കൈവയ്ക്കാൻ പോകുകയോ, യേശു പൂർത്തി വരുത്താൻ പോകുകയോ, യേശു അതിനെ തൊടാൻ പോകുകയോ, യേശു അതിനെ രൂപാന്തരപ്പെടുത്താൻ പോകുകയോ. എന്റെ യേശുവിടെ വന്നിട്ടുണ്ട്. ഓ ഘടകമന മനഘടകതു വിരിവരവന ഘടക ശബ്ദനാരവഘടകം വരന്തരാജഘടകം വൈഡന്റാരം വൈഡക്ഷാനം ദേഹഘടകം പ്രൗഢവരന്തം. അന്യഭാഷയിൽ ചലിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷ പ്രാർത്ഥിച്ച്, ഇപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാതെ അന്യഭാഷ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, ദൈവകൃപയിൽ പ്രാർത്ഥിച്ച്, ഈ പകൽ ബന്ധനം അഴിയട്ടെ, ഈ പകൽ കെട്ടഴിയട്ടെ. നാളുകളായി നിന്നെ കിടപ്പിലാക്കിയ ആ ലോക വിഷയത്തിന് പൂർണ്ണ വിടുതൽ. നിന്റെ കണ്ണിനെ കർത്താവ് തൊടുന്നു, നിന്റെ ചെവിയെ കർത്താവ് തൊടുന്നു, നിന്റെ പാൻക്രിയാസിനെ കർത്താവ് തൊടുന്നു. ഇതിനെ കൈവച്ചു പ്രാർത്ഥിക്കുക. ആത്മാവിൽ ഞാൻ ദൂതൻ എടുക്കുന്നു. യേശു പൂർത്തിയാക്കാം. അപ്പച്ചവിടെ വന്നിട്ടുണ്ട്, അപ്പച്ചവിടെ വന്നിട്ടുണ്ട്, എന്റെ അപ്പച്ചവിടെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ തുലാത്തിക്കൊണ്ടിരിക്കുക. ആ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഇന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ടല്ല, കരുതുന്ന കരവുമായി, തലോടുന്ന കരവുമായി അപ്പച്ചവിടെ വന്നിട്ടുണ്ട്. യേശുവേ എന്ന് വിളിക്കാൻ, യേശുവേ യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. താബർനാക്കൽ ചർച്ചിനകത്ത് യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, യേശുവിന്റെ ആ ശക്തി ഇവിടെയുണ്ട്. പൂർത്തിയാക്കുന്ന കരം. പുതിയ കാറ്റ് പോലെ വീശുന്ന ആത്മപകർച്ച നിന്റെ ഭാവിയെ കെട്ടിയ, നിന്റെ കുടുംബജീവിതത്തെ കെട്ടിയ, നിന്റെ തലമുറയെ ബന്ധിച്ച, നിന്റെ ജോലിയെ തടഞ്ഞ്, നിന്റെ ഭാവിയെ തടഞ്ഞ് പൈശാചിക മണ്ഡലത്തെ അഴിച്ചു കളയുന്ന യേശുവിന്റെ കരം. നിന്റെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ സെമസ്റ്ററുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ചില സാമ്പത്തിക മേഖലകൾ, നീ ഭയക്കുന്ന വിഷയം, നാളുകളിൽ നീ ഭാരപ്പെടുന്ന വിഷയം, എങ്ങനെ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കും, എങ്ങനെയാ ഫീസ് അടയ്ക്കും, എങ്ങനെ മുമ്പോട്ട് പോകും, പൂർത്തിയാക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. പൂർത്തിയാക്കുന്നൊരു ദൈവമുണ്ട്. Hallelujah, hallelujah, hallelujah. Jesus. ചേർന്ന് യേശു അപ്പോൾ വന്നിട്ടുണ്ട്. യേശുവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ജീസസ്, ഹല്ലേലൂയ, യേശുവേ. വാ പൂട്ടിയിരിക്കാതെ ആത്മാവിൽ യേശുവേ എന്ന് വിളിക്ക്. വാ പൂട്ടിയിരിക്കാതെ യേശുവേ എന്ന് വിളിക്ക്. യേശുവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ നാളുകൾ കൊണ്ട് നിന്നെ കിടക്കയിൽ കിടത്തിയ വിഷയത്തിന്റെ മേൽ ഇനി നിന്നെ ചുമന്നുകൊണ്ട് പോകില്ല. നീ കിടന്ന കാട്ടിലുമായി തിരികെ പോകുന്ന സമയമായിന്ന് പൂർത്തി വരുത്തുന്ന ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Oh my God. ഒരുമിച്ച് ചേർന്ന് പറഞ്ഞേ എല്ലാ കണ്ണുകളും അടച്ച് പഞ്ചമേഖലയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കാൽവരിയിൽ പൂർത്തിയാക്കിയ യേശുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന Oh, thank you, Father. ശബ്ദമുയർത്തി സഭ ഒരുമിച്ച് ചലിക്കുന്നു ചലിക്കുന്നു. പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. യേശുവേ ഒരുമിച്ച് പറഞ്ഞേ അസാന്നിധ്യം കൊട പിടിക്കുന്നത് പോലെ, ചാറൽ മഴ പെയ്യുന്നത് പോലെ നിന്റെ മേൽ വരുമ്പോൾ നിന്റെ കണ്ണുകൾ നിറയും. അസാന്നിധ്യം. Thank you, Jesus. ഭയങ്കര ദൈവ സാന്നിധ്യം ആലയത്തിനകത്ത് വ്യാപരിക്കുന്നത്. Thank you, Jesus. Thank you, Jesus. Thank you, Heavenly Father. Thank you, Jesus. Thank you, Jesus. Hallelujah. ശബ്ദമുയർത്തി Hallelujah. Hallelujah. നാല് ആള് ചുമന്നുകൊണ്ട് ആ ശരീരം യേശുവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് എത്തിച്ചു. യേശു ആ രോഗിയെ കണ്ടല്ല സൗഖ്യമാക്കിയത്, ചുമട്ടുകാരുടെ വിശ്വാസം യേശു കണ്ടു. യേശു അതിനെ പൂർത്തിയാക്കി. നീ ചുമന്നു കിടക്കുന്ന വിഷയം എന്തും ആകട്ടെ, ചിലപ്പോൾ അതിന് ചില വർഷങ്ങളായി കാണും. ഈ വിഷയം നീ ചുമന്നുകൊണ്ട് നടക്കുകയായിരിക്കും, ഒരു റിസൾട്ട് വെളിപ്പെടാതെ. തലമുറയിലേക്ക് നോക്കുമ്പോൾ, കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് നോക്കുമ്പോൾ, നിന്റെ ശുശ്രൂഷയുടെ ചില മേഖലകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, ജോലിപരമായി സാമ്പത്തിക മണ്ഡലങ്ങളിൽ നിങ്ങൾ നോക്കുമ്പോൾ, ശൂന്യതകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ തലപൊക്കി നിൽക്കുന്നെങ്കിൽ, യേശുവിന്റെ ആത്മാവിനെ ഞാൻ പറയാം, നീയോ നിന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇതിങ്ങനെ നിൽക്കുന്നത്.
എങ്കിൽ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടാനാണെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭാര്യയിൽ വെളിപ്പെടാൻ പോകുക, നിന്റെ ഭർത്താവിൽ വെളിപ്പെടാൻ പോകുക, നിന്റെ തലമുറയിൽ വെളിപ്പെടാൻ പോകുക. കാരണം എൻ്റെ യേശു പൂർത്തിയാക്കുന്നവനാണ്. എന്നെ നോക്കിക്കേ, എൻ്റെ യേശു ആരാ? പൂർത്തിയാക്കുന്നവൻ. ഞാൻ വാക്ക് അവസാനിപ്പിക്കുക. വൈകിട്ട് ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കും. കർത്താവ് പൂർത്തി വരുത്തും. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കൊരു പൂർത്തീകരണം, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ മേഖലകൾക്കൊരു പൂർത്തീകരണം, കരയുന്ന വിഷയത്തിന്റെ പൂർത്തീകരണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടഞ്ഞ ഭാവി കർത്താവ് ഊരുനാം അഴിക്കുന്നത് പോലെ അഴിച്ചുവിട്ട്, ഹല്ലേലൂയ, നെല്ലിക്ക ചാക്കിന്റെ തടമഴിക്കുമ്പോൾ നെല്ലിക്ക ചാടുന്നത് പോലെ ചില അനുഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്താലേ, ഒന്നിനു പുറകെ ഒന്നായി സ്വർഗം നിങ്ങളുടെ മേൽ അയക്കുന്നു. പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം, എല്ലാം കണ്ണുമടയ്ക്കാം. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. യേശു അപ്പയുടെ മഹത്വം ഇവിടെ ഉണ്ടായിരുന്നു. യേശു റിയലി പരിശുദ്ധാത്മാവിടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആരത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്, ആരത് ആത്മാർത്ഥതയോടെ ആ ദൂതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ തിരികെ പോകുന്നത് ചുമ്മിക്കൊണ്ട് വന്ന വിഷയവുമായിട്ടല്ല, നിങ്ങൾ തിരികെ പോകുന്നത് അത്ഭുതങ്ങളുടെ സാക്ഷ്യവുമായിട്ടാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ.